നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒടുവിൽ സസ്പെൻഡ് ചെയ്തു അല്ലേ? അതെ, എന്താണ്? രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് KPCC പ്രസിഡന്റ് ഔദ്യോഗികമായി അങ്ങ് പ്രഖ്യാപിച്ചു. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരിലുള്ള അദ്ദേഹം നടപടിയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളത്. അദ്ദേഹത്തിന്റെ വിശദീകരണം തേടും. അതിന്റെ വിശദീകരണം അവർ നോക്കും. അതിന് വിശകലനം നടത്തും. പിന്നീടായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. ഏതായാലും തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന്റെ പാർട്ടി സംബന്ധമായ എല്ലാ കമ്മിറ്റികളിൽ നിന്നും അദ്ദേഹത്തിന്റെ സമിതിയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇത് മതിയോ അതോ MLA സ്ഥാനം രാജിവെക്കണം? എന്താണ് രാജ്മോഹന്റെ അഭിപ്രായം? അല്ല, MLA സ്ഥാനം രാജിവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നടപടി എടുത്തല്ല പാർട്ടി. അതിന് പ്രധാനമാണ്. ഈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഏതായാലും പാർട്ടി നടപടി നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരാളെ പിരിച്ചുകൊണ്ടേ പോലും ആദ്യ അയാളത്ത് വിശദീകരണം തേടുമല്ലോ. അയാളെ വിശദീകരണം തൃപ്തികരം അല്ലെങ്കിൽ മാത്രമേ നമ്മൾ ജോലി എന്ന് പറഞ്ഞു വിടുള്ളൂ. ആ ഒരവസ്ഥയുള്ള സ്ഥിതിക്ക് ഒരു സംഘടനയിൽ ഒരു MLA പദവി ഇരിക്കുന്ന ഒരാൾ അയാളെ വിശദീകരണം വാങ്ങിക്കട്ടെ ആദ്യം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഇത് രാഹുലിന് ഗുണകരമായി പിന്നീട് മാറുന്ന പലരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം നോക്കുക. ഇപ്പം രാഹുലിനുമായി ബന്ധപ്പെട്ട് ഇപ്പം രാഹുലിൻ്റെ കാര്യത്തിൽ ആദ്യം ഈ ആരോപണം പുറത്തു വരുന്നു. ഈ നടിയാണ് ആദ്യം രംഗത്ത് വരുന്നത്, മേരി ജോർജ്. എന്താണ് റിനി ജോർജ്. ഈ വിശദീകരണവുമായി അവർ വരുമ്പോൾ എനിക്കൊരു വിശ്വാസ്യതയും തോന്നിയില്ല. കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ചാനലുകളും എല്ലാം ഭയങ്കര ആവേശത്തോടെ ഏറ്റെടുത്ത് എനിക്കതിലൊരു വിശ്വാസ്യത തോന്നിയില്ല. വിശ്വാസ്യം തോന്നാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രാഹുലിൻ്റെ പേര് പറയാൻ മടിച്ചു. ഹൂ കേഴ്സ് മാത്രമേ പറയുന്നു. അവർ ഹൂ കേഴ്സ് പറയുന്നുള്ളൂ. മാത്രമല്ല അവർ മനഃപൂർവ്വം രാഹുലാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി എല്ലാ ലക്ഷണങ്ങളും പറഞ്ഞു. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊട്ടേഷനാണെന്നാണ്. ആരുടെ കൊട്ടേഷൻ എന്നത് രണ്ടാമത്തെ കാര്യം. സ്വന്തം പാർട്ടിക്കാരനാവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ആരുടെ കൊട്ടേഷൻ എന്നത് രണ്ടാമത്തെ കാര്യം. കാരണം CPM നേതാക്കളുമായും മന്ത്രിമാരുമായും കോൺഗ്രസ് നേതാക്കളുമായും ഒക്കെയുള്ള ഫോട്ടോസ് പിന്നീട് പുറത്തു വന്നു. അപ്പോൾ ഇവരാരുടെ കൊട്ടേഷൻ എടുത്തു എന്നുള്ളത് മാത്രം. പക്ഷേ ഇത് കൊട്ടേഷനാണ്, ആ കാര്യത്തിൽ സംശയമില്ല. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അവരെടുത്ത് കൊട്ടേഷനാണെന്ന്. അതുകൊണ്ട് ഇതിന് പിന്നെ ഒരു ഗൂഢാലോചന. സ്വാഭാവികമായ ഒരു പെൺകുട്ടി ഇരയാവുകയും ആ ഇര വെളിയിൽ പറയുകയും ചെയ്യുന്നത് പോലെ അല്ല ഇത് രംഗത്ത് വന്നത്. ഇത് വളരെ ബോധപൂർവമായി ഹൂ കേസ്, ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്നല്ലാതെ ആ പെൺകുട്ടി ആരുടെ പേര് പറയുന്നില്ല. അവരുദ്ദേശിച്ചത് നടന്നു. ചാനലുകളും പത്രങ്ങളും പേര് പറഞ്ഞു. അത് വലിയ വിവാദമാവുന്നു. അപ്പം ഞാൻ അവരെ സംശയിക്കുന്ന നിലപാടിലാണ് ആദ്യം വീഡിയോ ചെയ്തത്, ഏറ്റവും വെരി ഫസ്റ്റ്. പക്ഷെ അന്ന് തന്നെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഓഡിയോ പുറത്തു വന്നു. ഇത് നിഷേധിക്കാനോ ശരിവയ്ക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിന് തയ്യാറായില്ല. അവ സ്വാഭാവികമായും നമ്മൾ എന്ത് ധാരണയിലെത്തണം? മൗനം സമ്മതമാണെന്ന് കരുതി. അപ്പോൾ എൻ്റെ നിലപാട് മാറി. ഒരു പെൺകുട്ടിയെ ഇവൻ ഇങ്ങനെ ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ, ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഗർഭചിത്രത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഇതായിരുന്നു നമ്മുടെ ഒരു നിലപാട്. പക്ഷേ ഒരാഴ്ചയായി ഈ സംഭവം. ഈ ഒരാഴ്ച കഴിഞ്ഞ് ഇതെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഗർഭചിത്രത്തിന്റെ പുറകെയാണ് മറ്റേ കൊല്ലും എന്നുള്ള ഭീഷണി, നിന്നെ കൊല്ലാൻ കണ്ടിന്യൂഷനാണ്. അതെല്ലാം ഈ കൊല്ലും എന്നുള്ള ഭീഷണി അടക്കം ഈ ഗർഭചിത്രം ഒഴികെ പിന്നീട് വന്ന ഓഡിയോ ക്ലിപ്പുകളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് ഇവരോട് സഹതാപം തോന്നും. കാരണം ഈ കൊല്ലും എന്ന് പറഞ്ഞ ഈ സാധനമുണ്ട്, അതൊരു വ്യാജ പ്രചരണമാണ്. കാരണം അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അവർ തമ്മിൽ സംഭാഷണം തുടങ്ങുന്നത്, ഇവൾ പറയുന്നു ഞാൻ ഗർഭിണിയാണ്. അയ്യോ, നമ്മൾ തമ്മിൽ ഇങ്ങനെ അല്ലല്ലോ നേരത്തെ ധാരണ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഗർഭം അലസിപ്പിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പം ഇവൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നെന്നും ആ ബന്ധത്തിൽ ഇവൾ ഗർഭിണിയായാൽ എന്ത് ചെയ്യണമെന്നും ധാരണ ഉണ്ടായിരുന്നു. നീ എന്നെ അപ്പനാക്കാൻ നോക്കരുത്, ഞാൻ അപ്പനാവത്തില്ല എന്നുണ്ട്. കാരണം എൻ്റെ കരിയർ പോവും, എൻ്റെ ജീവിതം പോവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുവാണ്, നിങ്ങളെന്നാ എന്നെ കൊന്നുകളയും. അപ്പോൾ അയാൾ പറഞ്ഞ എന്താണ്, കൊല്ലാനാണെങ്കിൽ എനിക്കൊരു നിമിഷം മതി. അത് സ്വാഭാവികമല്ലേ, നമ്മളെല്ലാവരും പറയുന്ന വാക്കാണ് അല്ലേ? ഒരാളെ കൊല്ലാനാണെങ്കിൽ, കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗർഭിണിയാക്കാൻ ഉള്ള അത്രയും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കൊല്ലാനും. അതിൽ അയാൾ കൊല്ലാമെന്ന് പറഞ്ഞു എന്ന തരത്തിലേക്കാണ് വ്യാഖ്യാനം മുഴുവൻ പോയത്. അങ്ങനെയാണ്, കൊല്ലും എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി അപ്പോൾ ഈ ഒരു വലിയ ചർച്ച പോയി. പക്ഷേ പിന്നെ എൻ്റെ സംശയം വീണ്ടും വർദ്ധിച്ചത് 2-3 കാരണം കൊണ്ടാണ്. ഒന്ന്, 2 കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ ഇവൻ പുറത്തുനിന്ന് വന്ന പരാതികളും എല്ലാം നമ്മൾ വീക്ഷിച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു പെൺവേട്ടക്കാരനാണെന്നും പല പെൺകുട്ടികളോടും ഇയാൾക്ക് ബന്ധമുണ്ടെന്നും നമുക്ക് നിഗമനത്തിലെത്തേണ്ടി വരും. നിരവധി പേർ സാഹചര്യത്തിലുള്ള അയാൾക്കെതിരാണ് നിരവധി പേർ രംഗത്ത് വരുന്നത്. പക്ഷേ ഈ രംഗത്ത് വന്നവരെയൊക്കെ ഞാൻ സൂക്ഷിച്ചു നോക്കി. ഡയറക്റ്റായിട്ട് ആരും വന്നിട്ടില്ല.
നിങ്ങൾ ഇപ്പോൾ പഠിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പഴയ കഥകളുടെ പാറ്റേൺ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരൊറ്റ പെൺകുട്ടിയും എന്നെ ഇയാൾ റേപ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി എന്നെ കബളിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഇയാൾ ഗർഭിണിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. എന്നെ എന്ന് പറഞ്ഞാൽ ആരും വന്നിട്ടില്ല. ഈ പറയുന്നതൊക്കെ ഇപ്പം മറ്റേ ജിബി സഹദേവനൊക്കെ പറഞ്ഞത് ജിബി സഹദേവന്റെ ഒരു സുഹൃത്തിനോട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ എന്നെയും പരിചയക്കാരും ചില പരിചയക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. അവരെ വിളിച്ച് പറഞ്ഞു. ആർക്കും കോൺക്രീറ്റ് ആയിട്ട് യാതൊരു എവിഡൻസും ഇല്ല. ഈ വിളിച്ചതിന് എവിഡൻസ് ഇല്ല, ചാറ്റില്ല. എന്തിനേറെ രംഗത്ത് വന്നിരിക്കുന്ന 3 പേരാണ്. നമ്മൾ അവിടെ മുതൽ പരിശോധിക്കണം. 3 പേരാണ്. ഒന്ന് റിനി ആൻ അഗസ്റ്റിൻ. ആ റിനി അഗസ്റ്റിൻ പറയുന്ന അവളോടൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. അവൾക്ക് അശ്ലീല ചാറ്റാണ് നമുക്ക് തോന്നി എന്ന് പറയുന്നു. ഹണി ഭാസ്കരനെ ഇയാളൊരു ആശയ സംവാദത്തിന് വിളിച്ചെന്ന് പിന്നീട് തുടങ്ങി. അവളുടെയിലും ചാറ്റില്ല പുറത്തു വിടാൻ. ഹണി ഭാസ്കരൻ അന്തം കമ്പനിയാണ്. മാത്രമല്ല ലൈംഗികമായിട്ടുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല. അതായ അവൾ സമ്മതിച്ചു. അവന്തികയുടെ ഇല്ല എവിഡൻസ്. അവന്തിക പറയുകയാണ്. മാത്രമല്ല അവന്തിക ചാനലിൽ തുറന്ന് പറയുന്നുണ്ട് അവൾക്കൊരു കുഴപ്പമില്ലെന്ന്. അപ്പൊ പുറത്തു വന്ന് 3ന്റെയും വിശ്വാസ്യത പോയി. പിന്നെ വിശ്വാസ്യത ഉണ്ടായിരുന്ന ഒരേ ഒരു സാധനം ഓഡിയോ ക്ലിപ്പാണ്, അല്ലേ? അതെ, ഓഡിയോ ക്ലിപ്പ് അല്ല തോന്നുന്നു. പിന്നെ കുറെ ചാറ്റ് വന്നു. ചാറ്റിനൊന്നും ഒരു വിശ്വാസ്യത ആരും കൊടുക്കേണ്ട. ആരുടെ പേര്? ഇപ്പൊ രാജ്മോഹന്റെ പേരിൽ ആർക്ക് വേണമെങ്കിലും ചാറ്റ് ഉണ്ടാക്കില്ല. ഇന്ന് വന്ന കാലത്താണ് നമുക്ക് എന്തോ ആർക്കും ചെയ്യാം. ഈവൻ വീഡിയോ പറ്റും, ഈവൻ ഓഡിയോ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്നും എന്നോട് നിർമ്മലാ സീതാരാമൻ ഇന്ത്യയിൽ എല്ലാവർക്കും എത്ര രൂപ കൊടുത്താൽ ദിവസം എത്ര പേര് ഫോൺ ചോദിച്ചത് സത്യമാണോ എന്ന് ചോദിച്ചു. നിർമ്മലാ സീതാരാമന്റെ വരുന്നു, എലൻ മസ്കിന്റെ വരുന്നു, എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലാ ഈ അംബാനിയുടെ അംബാനി വരുന്നുണ്ട്. അമേരിക്കയിൽ ഒരു വലിയ വനിതാ ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, കറുത്തവർഗക്കാരി, ഒരു വലിയ പേര് പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ അവര് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതുപോലെ ഇന്ത്യയെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും ഒക്കെ അവരുടെ പ്രസംഗം ഓപ്ര വിൻഫ്രി ഈ ഓപ്ര വിൻഫ്രിയുടെ ആണ് എന്ന രീതിയിൽ കേരളത്തിലെ പല യൂട്യൂബർമാരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേക്കാണ്. അതിവിടെ വളരെ കൃത്യമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ചില സാധനങ്ങൾ ഇന്ത്യക്കെതിരെ എത്രയോ ഫേക്ക് സ്റ്റോറീസ് ഇപ്പം വരുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് അനുകൂലമാണ്. അതെ, ഇത് ഇന്ത്യക്കെതിരല്ല. ഓപ്ര വിൻഫ്രി ഹിന്ദു മതത്തെ കുറിച്ച് പറഞ്ഞെന്നും ഓപ്ര വിൻഫ്രി ഇന്ത്യ ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഫേക്കാണ്. പല യൂട്യൂബർമാരും പാർട്ട് 1 പറഞ്ഞെടുത്ത് അടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ കാലത്തിൽ ആണ് ഈ ചാറ്റുകൾ വരുന്നത്. നമ്മുടെ സംഗീത ലക്ഷ്മണ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്കറിയത്തില്ല. അവരുടെ പോസ്റ്റ് ഞാനും പിണറായി വിജയനും തമ്മിൽ പഞ്ചായത്തടി വേണേ കണ്ടോളൂ എന്ന് പറഞ്ഞിരിക്കും. പിണറായി എപ്പോഴടി വരുന്നേ, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ പിണറായി വിജയൻ ട്രോൾ ചെയ്താതെ. അപ്പോൾ ഇത് വളരെ സാധുവായ ഒരു സാധ്യതയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ആരുടെയും കയ്യിൽ തെളിവില്ല. ഇത്തരം കേസുകൾ എപ്പോഴും ഡയറക്റ്റായിട്ട് അഗ്രയുടെ കക്ഷിയാണ് പോവേണ്ടത്. ആണ്. മാത്രമല്ല ഇവരാരും ഇയാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നാണ് ഇയാൾ പഞ്ചാര അടിച്ചു എന്നാണ് പറയുന്നത്. പഞ്ചാര അടി എന്ന് പറയുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കാര്യമല്ല. ഈവൻ ഒരു പെണ്ണിനോട് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്നതിൽ തന്നെ എന്താ കുഴപ്പം? അശ്ലീലം പറയുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം ഇവരാരും ഇയാളൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചിട്ടില്ല. എലിജിബിൾ ബാച്ചിലർ ആണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അയാൾക്ക് ഒരു പെണ്ണിനോട് ഇഷ്ടം പറയാൻ എന്താ പ്രയാസം? അയാൾ വഞ്ചിച്ചിട്ടുണ്ടോ? അയാൾ വിവാഹ വാഗ്ദാനം കൊടുത്ത് അയാൾ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ? അതിനുശേഷം ചതിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനം. ഞാൻ ഈ വിഷയത്തിൽ രാജ്മോഹൻ കോൺഗ്രസിലെ 2 ഗ്രൂപ്പിലും പെട്ട, അതായത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പിലും വി ഡി സതീശൻ ഗ്രൂപ്പിലും പെട്ട നിരവധി പേരോട് സംസാരിച്ചു. രമേശ് ചെന്നിത്തലയോടും വി ഡി സതീശനോടും സംസാരിച്ചു. ഷാഫി പറമ്പിലൊഴികെ ഞാൻ ഈ കോൺഗ്രസിൻ്റെ പല ആളുകളോടും സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിച്ചു. പേഴ്സണലി ഞാൻ ഈ വിഷയം ഈ ദിവസങ്ങളെല്ലാം സംസാരിച്ചു, ഇന്നും സംസാരിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എത്തപ്പെട്ട ചില നിഗമനങ്ങളുണ്ട്. ഒന്നാമത്തെ നിഗമനം നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി ഈ പയ്യൻ നമ്മുടെ രാഹുൽ മാങ്കൂട്ടിൽ അത്യാവശ്യം പഞ്ചാരക്കുട്ടപ്പനാണ്. അത്യാവശ്യം പഞ്ചാര കൃഷി നടത്തിയിട്ടുണ്ട്. നിരവധി പെൺകുട്ടികളുടെ ഇവൻ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഇവൻ ആരെയും കയറി പിടിച്ചിട്ടില്ല, ഇവൻ ആരെയും എന്താ പറയണ്ട നിയമവിരുദ്ധമായ ഒന്നിനും വിധേയമാക്കിയിട്ടില്ല.
ഇവൻ മോഹം കൊടുത്തിട്ടുണ്ടാവാം, ഇവൻ ആ പെൺകുട്ടികൾ മോഹത്തിൽ വീഴ്ത്തി തുടർന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇത് നിഗമനമാണ്, നമ്മൾ ഇവരാരും സമ്മതിക്കുന്നില്ല. ആ നിഗമനത്തിലെത്താൻ ഒരു കാരണമുണ്ട്. ആകെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി നിൽക്കുന്ന ഒരു പ്രധാന പോയിന്റുണ്ട്. ആ പോയിന്റ് എന്താ, രാഹുൽ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് പരസ്പരം പറഞ്ഞു, ഞാൻ നിഷേധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാം എന്നുള്ള ആ രീതിയിലേക്ക് പോകുന്നേ ഇല്ല. അത് ചെയ്യുന്നില്ല. അത് മാത്രമാണ് രാഹുലിനെതിരായിട്ടുള്ള ഒരു പോയിന്റ്. ഞാൻ ഒരു പെൺകുട്ടിയെയും പീഡിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരു പെൺകുട്ടിയെയും ഗർഭിണിയാക്കിയിട്ടില്ല, എന്നെക്കുറിച്ച് പറയുന്നതെല്ലാം വ്യാജ കഥകളാണ്, അതുകൊണ്ട് ഞാൻ നിയമ നടപടി എടുക്കും എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു ഭാഗം മാറ്റി നിർത്തിയാലും ഏതെങ്കിലും ഒരു പെൺകുട്ടി രാഹുലിനെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? ഇല്ല. അതേസമയം ഐസ്ക്രീം പാർലർ കേസിലാണെങ്കിലോ ആ സ്ത്രീ കുട്ടിയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് മുന്നിൽ. അന്ന് എന്ത് വിവാദമായിരുന്നു. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു പെൺകുട്ടിയും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ പിന്നെ ആർക്കാണ് പ്രശ്നം? മാധ്യമങ്ങൾക്കാണ് പ്രശ്നം എന്ന് വേണമെങ്കിൽ. അതല്ലേ പ്രശ്നം. ഞാനിവിടെ രണ്ട് ഗൂഢാലോചന മണക്കുന്നു. ഒന്ന്, കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്ന അമിതാവേശം. ഞാൻ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടാവും. ഒരു കോൺഗ്രസ് നേതാവാണ്, MLA ആണ്, ഒരു ആരോപണം ഉണ്ടാവുന്നു. അവർ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും, CPM പോലെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും അവർക്ക് പകുതി അകലം പാലിച്ച് നിൽക്കാം. ഇപ്പോൾ എൻ്റെ സുഹൃത്താണ് വാഴയ്ക്കൻ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഞാൻ ആദ്യമായിട്ടാണ് വാഴയ്ക്കൻ്റെ ഒരു പ്രതികരണം കാണുന്നത് ഈ വിഷയത്തിൽ. ശക്തമായ പ്രതികരണമായിരുന്നു. അപ്പം ഇത്തരത്തിൽ മത്സരബുദ്ധിയോടുകൂടി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത് ദുരൂഹമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ഇത് ശക്തി കൂടിയത്. അല്ല, അവിടെയാണ് ദുരൂഹമാണ്. ആദ്യത്തെ ഏറിയ ഞാൻ പറയാം, എനിക്ക് 2 കാര്യങ്ങളാണ് ഇതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത്. ഒന്ന്, കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള കടുത്ത മത്സരം. BJP-ക്കാരും CPM-കാരും അത്ര ആവേശം കാണിക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ കടുത്ത മത്സരം കഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി വേണമെന്ന് മാറി മാറി വനിതാ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, യുവ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടായിരിക്കുന്നു, രമേശ് ചെന്നിത്തല പ്രസ്ഥാനം നടത്തുന്നു, വാഴയ്ക്കൻ പ്രസ്ഥാനം നടത്തുന്നു, സതീശൻ കർശനമായി ഇത് ആദ്യത്തെ നടപടിയാണ്, ഇനി നടപടി ഉണ്ടാവുമെന്ന് പറയുന്നു. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം വിഴുപ്പലക്കിക്കൊണ്ട് നടത്തുന്ന ശ്രമം. ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ തുടർച്ചയായി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം കോൺഗ്രസ് നേതാക്കളുടെ ആവേശം. അതൊരു പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഈ ഒരു ആവേശത്തിൻ്റെ കാരണം ഒരു പക്ഷേങ്കിൽ രമേശ് ചെന്നിത്തലയും ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ച് സൂചിപ്പിച്ചത്, ചെന്നിത്തലയും സതീശനും തമ്മിൽ ആരാണ് ലീഡർ ആവേണ്ടതെന്ന് തമ്മിൽ തർക്കം നടപ്പുണ്ട്. അത് എക്കാലത്തും ഇങ്ങനെ തർക്കം കോൺഗ്രസിലുണ്ട്. കരുണാകരനും ആന്റണിയുമായിരുന്നു, ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും വന്നു. പിന്നീട് ഇപ്പം കോൺഗ്രസ് പണ്ട് PT ചാക്കോയും ആർ ശങ്കറുമായിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ മത്സരം നടക്കുന്നത് ഇവർ തമ്മിലാണ്. അപ്പോൾ ഈ മത്സരം അങ്ങനെ മുറുകുന്നത് കൊണ്ട് തന്നെ ഈ VD സതീശനിട്ട് അടിക്കാൻ പറ്റിയ ഒരു ആയുധം എന്ന തരത്തിൽ രമേശ് ചെന്നിത്തല ഇതിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ ദുരൂഹമാണ്. ചെന്നിത്തല ഈ സമയത്ത് ഓസ്ട്രേലിയക്ക് പോയി. ഈ സംഭവം ഉണ്ടാകുമ്പോൾ രമേശ് ചെന്നിത്തല ഓസ്ട്രേലിയയിലായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ അണികളെല്ലാം ആവേശപ്പെട്ടാൽ നിൽക്കുകയായിരുന്നു. ഇതങ്ങോട്ട് കയറി കത്തി പടർന്ന ഉടൻ തന്നെ രമേശ് ചെന്നിത്തല അവിടെ വെച്ചൊരു പ്രസ്താവന നടത്തു, നടപടി ഉണ്ടാകണമെന്ന്. ഇത് വന്നപ്പം VD സതീശന് മനസ്സിലായി ഇതെനിക്കിട്ടുള്ള പണിയാണ്. ചെക്ക് വെച്ചു. അപ്പോൾ VD സതീശൻ എന്ത് ചെയ്തു? ഏറ്റവും ശക്തമായി തന്നെ രംഗത്തെത്തി. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കോൺഗ്രസ് നേതാക്കളോട് പിന്നീട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പലരെയും വിളിച്ച് ഞാനാണ് സത്യത്തിൽ ഇന്നിപ്പോൾ ഒരു MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് എത്തിയല്ലോ, അതിൻ്റെ ഒരു കാരണം ഞാനാണ്. ഇവരെ ആവേശം എന്നപ്പോൾ ഞാൻ ഈ VD സതീശനോടും ചെന്നിത്തലയോടും ഇവരെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളോടൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ MLA സ്ഥാനം രാജിവെക്കാൻ കാണിക്കുന്നത് അമിതാവേശമാണ്. MLA സ്ഥാനം രാജിവെച്ചാൽ ഉറപ്പായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അവർ പറഞ്ഞില്ല, ഒരു കൊല്ലം. ഞാൻ പറഞ്ഞു വെറുതെയാണ്, ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കും. BJP അവിടെ ജയിക്കുകയും ചെയ്യും. ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ CPM എന്ന് പറയും BJP ജയിപ്പിച്ച് നിങ്ങളെന്ന് പറയും. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് BJP-ക്ക് അനുകൂലമായതോ മുസ്ലിം വിരുദ്ധമായതോ ആയ എന്തെങ്കിലും ഒരു പോയിന്റിന് വേണ്ടി നടക്കുവാണ്. മാത്രമല്ല, ഒരു പരാതി പോലും ലഭിക്കാതെ MLA കൊണ്ട് രാജിവെപ്പിച്ചാലേ നാളെ അത് കീഴ്വഴക്കമായി മാറും. അല്ല, അത് രണ്ടാമത്. അപ്പം ഇതുകൊണ്ട് അബദ്ധമാണെന്ന് ഇവരോട് ഞാൻ ഉപദേശിച്ചു. ഇത് കഴിഞ്ഞു, ഇത് ആവേശത്തോടെ വന്നു. ഈ കോൺഗ്രസ്സുകാർ തമ്മിച്ചാവട്ടെ എന്നോർത്ത് ഇവർ കാത്തിരിക്കുമായിരുന്നു. അപ്പം ഞാനിതിൽ സംശയിച്ച ഏറ്റവും ആദ്യത്തെ സംശയം ഈ രമേശ് ചെന്നിത്തലയും
വി.ഡി. സതീശനും തമ്മിൽ അധികാര തർക്കത്തിൻ്റെ ഇരയായി ഇയാൾ മാറുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു. മാത്രമല്ല ചെന്നിത്തല നമ്മൾ ആദ്യം കണ്ട ദൃശ്യങ്ങളിൽ വി.ഡി. സതീശന് വളരെ അടുപ്പമുള്ള വിദുഷത്തിൽ പിതാവിനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ ആ പെങ്കൊച്ച് റിനി, അതെ ഇല്ലേ? അതെ, ആ പെങ്കൊച്ച് അച്ഛനെ പോലാണെന്നാണ് പറഞ്ഞത്. പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ എന്നെ അച്ഛനെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് കരുതുക. ആ പെൺകുട്ടി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം പരസ്യത്തോട് തുറന്ന് പറയുമോ? ഇല്ലല്ലോ, ഒരിക്കലും പറയില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടായെന്ന് വെച്ചോളൂ. അവൾ അച്ഛൻ എന്ന നിലയിൽ ഷാജൻ അച്ഛ എനിക്കെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കത്തില്ലേ? പരസ്യമായിട്ട് ഇറങ്ങി പറയില്ല. ഞാൻ എന്നെ പൊന്നുമോളെ നീ ചതിക്കരുത്, നിന്റെ ഭാഗം ശരിയാണ്, ഞാൻ പരിഹാരം ഉണ്ടാക്കി. അപ്പോൾ വി.ഡി. സതീശൻ അവളുടെ അച്ഛനാണെങ്കിൽ ഇവളുടെ പ്രശ്നത്തിൽ വി.ഡി. സതീശൻ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം, വേണ്ടേ? അപ്പം വി.ഡി. സതീശൻ അച്ഛനായിരിക്കവേ അവൾ ഇത് രംഗത്തിറങ്ങണമെങ്കിൽ തീർച്ചയായും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ചാരക്കേസിൽ സംഭവിച്ചത് തന്നെയാണല്ലോ. കരുണാകരൻ ഏതാണ്ട് ചാരപ്പണിക്കാരനാണെന്ന രീതിയിൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. തിരുവനന്തപുരത്ത് സംസ്ഥാന സിനിമാ അവാർഡിന് അദ്ദേഹം അവാർഡ് കൊടുക്കാനത്തെ എന്തൊരു കൂക്കുവിളിയായിരുന്നു തിരുവനന്തപുരത്ത്. ആ മനുഷ്യൻ എന്ത് വേദനിച്ചാണ്. സ്വാതന്ത്ര്യ സമരം ചെയ്ത ആളാണ് കരുണാകരൻ. ഇതിന്റെ പിന്നെ പ്രോസസ് സ്വന്തം പാർട്ടിക്കാർ തന്നെയായിരുന്നു. അതാണ് ആദ്യം എനിക്ക് സഹതാപം അല്പം ഈ പയ്യനോട് തോന്നാൻ കാര്യം. ഇവർ തമ്മിലുള്ള ഗ്രൂപ്പ് വഴി വടംവലിയുടെ ഇടയിൽ ഇയാൾ പെട്ടുപോയി. ഇയാളുടെ പഞ്ചാരക്കൂട്ടനാണ്. അല്ല, എപ്പോഴും കോൺഗ്രസിൽ വലിയ നേതാക്കൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ഇര കാണും, ഉണ്ടാവും, ഒരാളെ ഇട്ട് കൊടുക്കും. അതുകൊണ്ടായി. രണ്ടാമത് ഈ ആവേശ കഥകൾ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണ്? റിപ്പോർട്ടർ ചാനലാണ്. ഈ പറയുന്ന ഓരോ ദിവസവും ഈ ഓരോരോ മറ്റേ വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിടുന്നതും ഈ റിപ്പോർട്ടർ ചാനലിനെ എന്തും ചെയ്യുന്നവരാണ്. നമുക്കറിയാം ആ ഡിവൈഎസ്പി ബെന്നിയെ തകർക്കാൻ വേണ്ടി മുട്ടിൽ മരമൊരു കേസ് അന്വേഷിച്ച് ഡിവൈഎസ്പി ബെന്നിയെ തകർക്കാൻ കേസ് ഉണ്ടാക്കിയ ആളുകൾ അവർ ആർക്കെതിരെയും വാചകതിര. എൻ്റെ കേസുകൾ വരുമ്പോഴൊക്കെ അവരെങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഏതെല്ലാം തരത്തിൽ മോശമൊക്കെ എന്നെ ആ പോലീസ് കൊണ്ടുപോയല്ലോ നമ്മുടെ അന്ന്. നമ്മുടെ ടീം അവിടെ നിൽക്കുമ്പോഴാണ് റിപ്പോർട്ടറിലെ അവതാരകൻ അവൻ പിന്നീട് നമ്മളെ വിളിച്ച് മാപ്പൊക്കെ പറഞ്ഞു. അവൻ വിട്ടിട്ട് പോയപ്പം അവൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ് നമ്മുടെ ടീം നമ്മുടെ ആരാണ് അതിനകത്ത് ഇൻറ്റർഫിയർ ചെയ്തിട്ട് ചേട്ടാ അതിൻ്റെ തെളിവും തരാമെന്ന് ചോദിച്ചു ആ സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് ഷാജൻ സ്കറിയാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല എല്ലാ ജാമ്യങ്ങളും റദ്ദ് ചെയ്യും, ഷാജൻ സ്കറിന് ജീവിതകാലം. അവൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ് ഈ പച്ചക്കള്ളം. നമ്മുടെ കൂടുതൽ ആരാണ് ചോദിച്ചു ചേട്ടാ ഈ മറ്റേ ഈ ജാമ്യം റദ്ദാക്കിയതിൻ്റെ എവിഡൻസ് തരാം ഞാൻ കൂടെ കൊടുക്കാനാന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ വലിയ ശതമാനം മാധ്യമപ്രവർത്തകർക്ക് നിയമത്തിൻ്റെ അറിയത്തില്ല. പിന്നീട് ഇവൻ പറഞ്ഞു മറ്റേ വശത്ത് ഇവൻ എന്നെ തന്നെ വിളിച്ചു, മറുവശത്ത് TV പ്രസാദ് ഇപ്പോൾ ഉണ്ടായിരുന്നു, അങ്ങനെ പറയുമോ എന്ന് പറയിപ്പിച്ചു. ഇതാണ് ഈ വാർത്തയുടെ പിന്നിലും TV പ്രസാദാണ് ഇതെല്ലാം പുറത്തുവിടുന്നത്. അപ്പോൾ ഇതിലൊക്കെ ചിലത് ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല, ഈ ചാറ്റുകളും മറ്റുമൊക്കെ. അല്ല, ഈ മാധ്യമങ്ങളിൽ പരമ്പര വന്നു തുടങ്ങുമ്പോൾ ആള് വിശ്വസിച്ചു തുടങ്ങും, ശരിയാണെന്ന് എല്ലാവരും കരുതും. കുറേ കഥ വരുമല്ലേ ചാരക്കേസിൽ സംഭവിച്ചതില്ലേ, എന്തെല്ലാം കഥകളാണ് വന്നത്. അവസാനം എല്ലാം തട്ടിപ്പ് നമ്മളിങ്ങനെ മനസ്സിലായി. അതായത് ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം കെട്ടിക്കഴിയുമ്പം ആ ഇൻട്രസ്റ്റ് അതങ്ങ് മൂപ്പിക്കും. ഇപ്പം ഒരു കാര്യം നോക്കിക്കോളൂ, അടുത്ത ആഴ്ച ഈ ആഴ്ച വ്യാഴാഴ്ച റേറ്റിംഗ് വരുമ്പോൾ ഒന്നാമത് നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലായിരിക്കും. ഉറപ്പാണ്. അവരത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനുവേണ്ടി കഥകൾ അങ്ങോട്ട് ഉണ്ടാക്കി അതിലേക്ക് മിക്സ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം CPM സംബന്ധിച്ചിടത്തോളം അവരെ നേർക്കുന്നവരടിക്കുന്ന ഒരുത്തനാണല്ലോ അതുകൂടെ. അപ്പം ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് എനിക്ക് ഏറ്റവും വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ആരെങ്കിലും ഈ പെൺകുട്ടി ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നു, അതാണല്ലോ വിശ്വാസത. അപ്പം ഞാൻ ചോദിച്ച എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ആ വോയിസ് ക്ലിപ്പ് ഒഴികെ ബാക്കി ഒന്നിനും വിശ്വാസതയില്ലെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. നമ്മൾ പോലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി പറഞ്ഞത് വോയിസ് ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ചയിലെല്ലാം പറഞ്ഞ ആ കാര്യമായിരുന്നു. അടുത്ത ചോദ്യം, ഈ വോയിസ് ക്ലിപ്പിന്റെ ആധികാരികത ആരാണ് സ്ഥിരീകരിച്ചത്? അത് പറയൂ. ആരാണ് ഇയാൾ ഗർഭചിത്രം ചെയ്ത പെൺകുട്ടി? ആരാണ്? ഞാൻ നേരത്തെ ഈ വിവാദം ഒരു 3 ആഴ്ച മുമ്പ് ഉണ്ടാവുമ്പോൾ, ഇപ്പോൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടാവുമ്പോൾ ഏഷ്യാനെറ്റിലെ ഒരാൾ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഒരു പാപം വെച്ച് ആവശ്യമില്ലാതെ പഴി കേട്ടു. അത് കഴിഞ്ഞിട്ട് ഇത്തവണ വരുമ്പോൾ ഈ ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും എത്തിയ നിഗമനം ജനൻ TV ഒരു അവതാരിക എന്നാണ്. ഈ അവതാരികയോട് ഈ ജനൻ TV അവതാരിക അവരെല്ലാ ദിവസവും ജോലിക്ക് അവിടെ വരുന്നുണ്ട്. ഞാൻ ജനൻ TV ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന എല്ലാവരോടും ഞാൻ സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞു ആ പെൺകുട്ടി ആണയിട്ട് പറയുന്നു, ഞാനും രാഹുലും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്, അതിനപ്പുറത്തേക്ക് യാതൊരു മോശം ബന്ധവും ഞങ്ങൾ തമ്മിലില്ല എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി എന്ന് ആധികാരികമായി പറയുന്ന റിപ്പോർട്ടർ ചാനൽ
അവരാണല്ലോ ഇത് പുറത്തുവിടുന്നത്, ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നത്. അതെ, ഇത് ഏത് പെൺകുട്ടിയുടേതാണേ എന്ന് അപ്പോൾ അവരുടെ സ്വകാര്യത എന്ന് പറയും. എങ്കിൽ പോലും ഇത് ഒറിജിനലി ഇരയുടേതാണെന്ന് വ്യക്തമാക്കേണ്ട ചുമതലയുണ്ട്. അത് ലീഗലി എങ്കിലും കാണിക്കണം. അത് ഇരയുടെ സ്വകാര്യത കളയണ്ട. ഇത് ഇതെങ്ങനെ ഇവർക്ക് കിട്ടി, ആരോട് കൊടുത്തു, എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി? അതൊരു കാര്യം, അതൊരു പരമ്പര വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു നിയമപ്രശ്നമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലൊരു പെണ്ണുമായി പഞ്ചാര അടിച്ചെന്ന് വെച്ചാൽ അവർ തമ്മിൽ സ്വകാര്യ ബന്ധമുണ്ടെന്ന് കരുതുക. ഈ സ്വകാര്യ ബന്ധം ചോർത്തിയെടുക്കാൻ ആരാണ് അവർക്ക് അവകാശം കൊടുത്തത്? ഒരാളുടെ ഫോൺ ചോർത്താൻ, ആളെ മെസ്സേജ് ചോർത്താൻ വേറെ ആർക്കും അവകാശം? അല്ലെങ്കിൽ ഇരയായിരിക്കുന്ന പെൺകുട്ടി കൊടുത്തായിരിക്കണം. ഇവർ പറയുന്ന എല്ലാവരും പറയുന്ന ഇരയായിരിക്കുന്ന പെൺകുട്ടി അങ്ങനെ ഒരു പണി ചെയ്തിട്ട് അവർ പറഞ്ഞു ഞാനല്ലെന്ന് പറയുന്നു. അപ്പോൾ ആരാണ് ഇരയായിരിക്കുന്ന പെൺകുട്ടി? ആരാണ് ആ ഇരയായിരിക്കുന്ന പെൺകുട്ടി? അപ്പം അങ്ങനെ ഒരു പെൺകുട്ടി പോലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇന്നൊരു മുതിർന്ന നേതാവിനോട് സംസാരിച്ചു. എന്തോ നിങ്ങളൊക്കെ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ അയാൾ ഷാജൻ എത്ര പരാതി. ഞാൻ എവിടെ പരാതി? അത് ഇഷ്ടം പോലെ. എവിടെ പരാതി? നിങ്ങൾക്ക് കിട്ടിയ പരാതി എനിക്ക് കിട്ടില്ല. KPCC എന്ന് കിട്ടി? അത് കുറേ കാലം കിട്ടുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ വേണ്ടി ഈ കുറേ കാലമായിട്ട് KPCC പരാതി കിട്ടിയിട്ട് അന്വേഷിക്കേണ്ട ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയത്? ഈ 3.5 കൊല്ലം മുമ്പാണല്ലോ സതീശന്റെ സുഹൃത്തായിരിക്കുന്ന റിനി ആൻ ജോർജ് മേരി കൊടുത്തത്. പിന്നെ അതിനയാൾക്ക് സീറ്റ് കൊടുത്ത്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പറയുന്നതിനപ്പുറത്ത് അപ്പൊ എന്നോട് ഏഷ്യാനെറ്റിൽ, ഞാൻ ഏഷ്യാനെറ്റിലെ പെണ്ണിനെയാണോ ഗർഭിണിയാക്കിയത് അതോ ജനൻ TVയിലെ പെണ്ണിനെയാണോ? ആ രണ്ടിലേതോ ഏതൊരു നേതാവിനോട് പറയാം. ഉറപ്പൊന്നുമില്ല. അപ്പൊ ഞാൻ ആ പെണ്ണിന്റെ പേരെന്നാ? പെണ്ണിനോട് പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ പെണ്ണിനോട് ഞാൻ സംസാരിച്ചു. ആ പെണ്ണ് നിഷേധിക്കുന്നു. അപ്പൊ ഇവരെല്ലാം ഈ ഊഹാപോഹങ്ങൾ കടന്ന് പറയുന്നതല്ലാതെ ഇവർക്കാർക്കും അറിയില്ല ഈ പെണ്ണേതാണ്. ധർമ്മസ്ഥലയിലെ സുജാത ഭട്ടിന്റെ മോൾ അനന്യ ഭട്ടിന്റെ അവസ്ഥയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആയിരിക്കും ഇത്. അങ്ങനെ ഒരാള് ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഇല്ല എന്ന് ഞാൻ ചോദിച്ചത്. ദേശാഭിമാനി പരമ്പര ചെയ്യുകയായിരുന്നു. എല്ലാ ദിവസവും ദേശാഭിമാനി വാർത്തയാണ് ധർമ്മസ്ഥല കൂട്ടക്കൊല. മീഡിയ വണിൽ വാർത്തകളാണ്. എനിക്ക് ആ ഹരീഷ് വാസുദേവനോട് പുച്ഛം തോന്നിയത്. വലിയ വക്കീലാണ്, ഹൈക്കോടതി അഭിഭാഷകനാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നിഷ്പക്ഷനാന്ന് വിളിച്ച് പറയുന്ന ഹരീഷ് വാസുദേവൻ, അയാള് ഈ കേസ് കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ ഇതൊന്നുമില്ല, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ധർമ്മസ്ഥലയിലെ കേസ് അട്ടിമറിച്ച് പോസ്റ്റ് ഇട്ട് ഞെട്ടിപ്പോയി ഞാൻ. ഇവരുടെയൊക്കെ നീതിബോധം എന്തറിയാം? തരാതരം പോലെ നീതിബോധം കാണിക്കുന്ന ഇത് വലിയൊരു ശതമാനം പേർക്ക് ഒരു പ്രശ്നം. അപ്പം രാജ്മോഹൻ, ഇവിടുത്തെ പ്രശ്നം വളരെ സിമ്പിളായിട്ടുള്ള പ്രശ്നം, ഈ പെണ്ണാരാന്ന് പോലും കണ്ടെത്താതെ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് നമ്മുടെ ഒരു BJP-കാരനോട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞാൽ ചേട്ടാ ഒരു കാര്യം സത്യമാണ്, ആ വോയിസ് ക്ലിപ്പ് ഒഴികെ മറ്റതിനൊന്നും വിശ്വാസ്യതയില്ല. അവന്തികയ്ക്ക് വിശ്വാസമില്ല, ഹണി ഭാസ്കറിന് വിശ്വാസ്യതയില്ല, റിനി ജോർജിനും വിശ്വാസ്യതയില്ല. ആ വോയിസ് ക്ലിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇയാൾക്കൊരു ബന്ധമുണ്ടെന്നാണല്ലോ. ഞാൻ ചോദിച്ചു വോയിസ് ക്ലിപ്പ് ആരുടെയാണ്? ഈ വോയിസ് ക്ലിപ്പ് ആരുടെയാണ്? പക്ഷെ അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരൊറ്റ ചോദ്യത്തിന് മാത്രമേ രാഹുലിനെ കൊടുക്കാൻ പറ്റൂ. ഒരൊറ്റ ചോദ്യം. എന്തുകൊണ്ട് രാഹുൽ നിശബ്ദത പാലിക്കും? രാഹുൽ പത്രസമ്മേളനം നടത്തി പലതും ചെയ്യാൻ. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, രാഹുലിനോടുള്ള ഒരു പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അയാൾക്ക് ചില പെൺകുട്ടികളായിട്ടൊക്കെ ബന്ധമുണ്ട്. ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത് ആയിരിക്കത്തില്ല യഥാർത്ഥ വിഷയം. അപ്പൊ പിന്നെ ഇയാൾ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഒറിജിനലൂടെ കൊണ്ടുപോകണമെന്ന് ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ മിണ്ടാത്തത്. പക്ഷെ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ, നിയമപരമായി ഇത് നിലനിൽക്കുമോ? ഇയാളെ സസ്പെൻഡ് ചെയ്യുക, ഇയാളെ പുറത്താക്കുക, MLA സ്ഥാനം കളയുക, അത് ശരിയാണോ? യാതൊരു തെളിവും കയ്യിലില്ല. പരാതിയില്ലല്ലോ. പരാതിയില്ലല്ലോ. പരാതിക്കാരില്ലല്ലോ ഇവിടെ. പരാതിക്കാരുള്ള എത്ര കേസപ്പെട്ട ഒരു സുഖം നമ്മുടെ അസംബ്ലിയിലും എല്ലായിടത്തും അവർ രാജകീയമായി ജീവിക്കുന്നു. FIR വിട്ട് വിൻസെന്റ് ജയിലിൽ കിടന്നാണ്. അതെ, മറ്റേയാള് നമ്മുടെ എൽദോസ് ഒളിവിൽ പോയതോളൂ, ജയിലിൽ കിടന്നു. അറസ്റ്റ് ചെയ്യുന്നു തോന്നുന്നു അവസാനയാളെ. ആണോ? കിടങ്ങി തോന്നുന്നു. മുകേഷ് ബലാത്സംഗ കേസിലെ കേസ് അവിടെ ജാമ്യം എല്ലാ ആ കേസ് മാത്രമാണ്. മുകേഷ് എന്തൊരു കേസിൽ മുകേഷിന്റെ ഒരു മുൻ ഭാര്യയുടെ വെളിപ്പെടുത്തൽ നമ്മൾ കേട്ടതാണ്. വീണ ജോർജാണ് അവരെ പണ്ട് ഇന്റർവ്യൂ എടുത്തിട്ട് ചവിട്ടത്തിനെ കുറിച്ച് കേട്ടതാണ്. ഇനി ഈ വലിയ കേസ് നടക്കുന്ന വലിയ ആദർശവാനായ തോമസ് ഐസക്ക് മൂന്നാറിന് വിളിച്ച കാര്യം സ്വപ്ന പറഞ്ഞല്ലേ? മൂന്നാറിന്റെ മനോഹാരിതയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി പോട്ടെ, ഇവര് ഇനി കോൺഗ്രസ്സുകാർ ബഹളം വെക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ അടൂർ പ്രകാശ്, ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ അടൂർ പ്രകാശ്, KC വേണുഗോപാല്, പിന്നെ ആരാണ് കോൺഗ്രസിന്റെ പഴയ നേതാക്കളെ ഈ രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ നേതാക്കളുണ്ട്. മുരളീധരൻ എന്തെല്ലാം കഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സരിതയുടെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ വിധേയരായിരുന്നു KC കൊണ്ടു അടൂർ പ്രകാശും. സംശയം കാര്യത്തിൽ എത്ര നേതാക്കന്മാർ പേര് വിളിച്ചു പറഞ്ഞതാണ്.
എന്നിട്ട് അന്വേഷണം കഴിഞ്ഞപ്പോൾ ഇവരാരും പ്രതികളല്ലെന്ന് കണ്ടെത്തി. അപ്പോൾ ഈ ഒരു ആരോപണത്തിന് പുറത്ത് അവരെല്ലാം രാഷ്ട്രീയം നടത്തിപ്പോയിരുന്നു. കുഞ്ഞാലിക്കുട്ടി CPM എതിർത്തിരുന്ന കെ.വി. ഗണേഷ് കുമാർ അതേ മന്ത്രിസഭയിലെ മന്ത്രിയല്ലേ, അന്ന് പ്രശ്നം പാലാളായിട്ട് സമരം ചെയ്ത് രാജിവെക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മാനസാർ വിശുദ്ധനായി പിന്നീട് അവരെ പാർട്ടിയിൽ അതോടെ ചേർന്നപ്പോൾ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ ഒരു കുഴപ്പക്കാരനാണെന്ന് തരത്തി എല്ലാവരോടും കൂടി ഈ ബഹളം വെക്കുന്നതിനകത്ത് അസ്വാഭാവികതയുണ്ട്. രാഹുലിൻ്റെ ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിക്കാത്തവനാണ്, അധികാരമുണ്ട്, പണമുണ്ട്, അവൻ അത്യാവശ്യം ഇടപാടുകളൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ല ഞാൻ പറയും. പക്ഷെ അവൻ ആരെയും പീഡിപ്പിച്ചതായിട്ടൊരു പെണ്ണും പറയുന്നില്ല. അവന് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടാവാം, അവൻ ഏതെങ്കിലും പെണ്ണിനെ കയറി പിടിച്ചായിട്ട് ആരും പറയുന്നില്ല, അവൻ ഏതെങ്കിലും ഒരാൾ റേപ്പ് ചെയ്തിട്ട് ആരും പറയുന്നില്ല. ഒരു പരാതി അവനെതിരില്ലായിരിക്കും. കുറേ പേര് കിടന്ന് ബഹളം വെച്ചിട്ട് അവനെ പൊട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ശരിയല്ല, ഇത് യോജിക്കാൻ പറ്റില്ല. അല്ല, ഇത് എൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ, 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ CPM ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. എല്ലാം ക്ലിയർ ആവും. അത് അത് അന്ന് സംശയം തോന്നുകയായിരുന്നു, ഇപ്പം അല്ല ക്ലിയർ, ഞങ്ങളെ കൂടെ വന്നിരിക്കും. അല്ല, രാഹുലിന് മുമ്പിൽ വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ഒരു സീറ്റ് കൊടുക്കത്തില്ല, കോൺഗ്രസ് സീറ്റ് കൊടുക്കത്തില്ല. കാരണം രാഹുൽ ഇപ്പം പാലക്കാട് ജയിച്ചു, ഉറപ്പായിട്ടും രാഹുൽ പാലക്കാട് മത്സരിക്കേണ്ടതാണ്, ജയിക്കേണ്ടതാണ്. മാത്രമല്ല, അല്ലെങ്കിൽ രാഹുൽ ഏറ്റവും നല്ല സ്വന്തം നാട്ടിൽ നിന്ന് മത്സരിക്കുക. പക്ഷെ ഇപ്പോൾ രണ്ടും പറ്റത്തില്ലാത്ത അവസ്ഥയായി, നാണക്കേടിൻ്റെ ഒരു കൊടുമുടിയിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് രാഹുലിൻ്റെ സീറ്റ് നിഷേധിക്കും. രാഹുൽ ധൈര്യമായിട്ട് ഞാൻ മത്സരിച്ച് ജയിക്കാമെന്ന് കാണിച്ചാൽ മതി. CPM-കാരെ സീറ്റ് കൊടുക്കും. അവർക്ക് അങ്ങനെ ജോസ് കെ മാണിക്ക് അവർക്ക് മുന്നണി കൊടുത്തില്ലേ? എല്ലാവർക്കും കൊടുത്തില്ലേ? ഗണേഷ് കുമാറിന് കൊടുത്തില്ലേ? സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുത്തില്ലേ? ശശീന്ദ്രൻ എല്ലാ തെളിവുകളുണ്ട്, ശശീന്ദ്രൻ വീണ്ടും മന്ത്രിയാക്കിയില്ലേ? ഈ 2ാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനം തുടർന്ന് രണ്ടുപേരിൽ ഒരാള് ശശീന്ദ്രൻ. അപ്പൊ എന്താണ് ആ പ്രത്യേകത? അയാളുടെ പെണ്ണുപിടിയെന്നുള്ളത്. അപ്പം ഇവന്റെ പേര് ക്രിമിനൽ കേസില്ല. അതുകൊണ്ട് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തവണ LDF-ന്റെ സ്ഥാനാർത്ഥി ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. സാധ്യത തലക്കിടാനും കഴിയില്ല, അല്ലെങ്കിൽ അടുത്ത പാർലമെന്റ് ഇലക്ഷൻ എങ്കിലും അതെ സമയം എടുക്കണമല്ലോ. എന്തായാലും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഗുരുതരമായി ബാധിച്ചു. കാരണം അയാൾക്ക് ഇതൊന്നും വിശദീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. എല്ലാവരെയൊക്കെ ഒരുമിച്ച് നിന്നു. പിന്നെ അയാളുടെ പ്രതീക്ഷ മുഴുവൻ ഷാഫി അയാളോടൊപ്പമാണെന്നുള്ളതാണ്. ഇന്ന് എന്നോടൊരാൾ പറഞ്ഞു ഷാഫിക്ക് നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല, ഇവരൊക്കെ കണക്കാൻ തന്നെ ഒരാൾ പറഞ്ഞു. നമുക്കറിയില്ല എങ്ങനെയാന്നുള്ള കാര്യം, എല്ലാവരും ഫോണിൽ സംസാരിക്കുന്നില്ല, ഇവരെല്ലാം കണക്കാന്ന് പറഞ്ഞു. പക്ഷേ ഷാഫി ബുദ്ധിമാനാണെന്നും കുരുക്കി ചെന്നതിനെ പോലെ വീഴത്തില്ലെന്നും പറഞ്ഞു. ഷാഫിക്കറിയാം എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. കഷ്ടമാണ്, ഇതൊക്കെ കഷ്ടമാണെന്നല്ല അതൊന്നും പറയാനില്ല. നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നീട് ഇത് അങ്ങനെ അല്ലാൻ തെളിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും മിണ്ടയില്ല, ആരും മിണ്ടത്തില്ല. ഈ ചാരക്കേസിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയവർക്ക് പിന്നീട് അവരാരും കണ്ടാലും ഭാവിച്ചില്ല. നമ്പിനാരായണ വീട്ടിൽ കല്ലെറിഞ്ഞ് അങ്ങനെ കുടുംബ തകർത്ത അവസ്ഥ അവസാനം നമ്മളെ അങ്ങനെ രാജ്മോഹൻ ഈ വിവാദം നടക്കുമ്പോൾ നമ്മുടെ പോലീസ് ആസ്ഥാനത്ത് 2 വനിതാ SI-മാരെ SP പീഡിപ്പിച്ചൊന്നും പരാതി വന്നിരിക്കുന്നു. ആ SP VN വാസവന്റെ സ്വന്തമാണ്, വിനോദ് കുമാർ. ഞാൻ അയാളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ട്. അയാള് പക വീട്ടുന്നതിന് വേണ്ടി ഏത് നിരപരാധിയെയും പിടിച്ച് ജയിലിലടയ്ക്കും. SNDP മീനച്ചൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഒരു സന്തോഷ് കുമാറായിരുന്നു. ഈ സന്തോഷ് കുമാർ ഇയാൾ വക്കീലാണ്, ക്രിമിനൽ വക്കീലാണ്. ഒരു കേസിൽ ഇയാളെ 1.5 ദിവസം ക്രോസ് ചെയ്തിട്ട് ആ കേസിൽ പ്രതികളെ വെറുതെ പിടിപ്പിച്ചു. അതിന് പക വീട്ടാൻ വേണ്ടിയിട്ട് ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ഇയാളെ പിടിച്ച് ജയിലിലടച്ചു. ഈ വിനോദ് അതാണ്, അങ്ങനെ ഒരാളാണ്. IPS-ഉം കിട്ടി. എന്ന് മാത്രമല്ല, ഒരു ഗർഭിണിയായ ഒരു ആദിവാസി, റാന്നിയിൽ ഒരു ആദിവാസി സ്ത്രീയെ ഒരുത്തൻ ഗർഭിണിയാക്കുന്നു. സ്വാഭാവികമായും പോക്സോ കേസും SC/ST കേസും ഉണ്ട്. അന്വേഷണ ചുമതല DYSP-ക്കാണ്, SC/ST കേസിൽ, അല്ലാതെ CI-ക്കല്ല. ഈ കേസിൽ ഇയാൾ മനഃപൂർവ്വം ഇപ്പം DNA ടെസ്റ്റ് പോലും നടത്താതെ ഇവനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാതെ ഇവനെ രക്ഷിച്ചെടുത്തു. അതിൻ്റെ പേരിൽ ആദിവാസി സ്ത്രീ പരാതി കൊടുത്തപ്പോൾ അന്ന് അവർ പത്തനംതിട്ട SP ആയിരുന്ന നമ്മുടെ രാജമാണിക്കിൻ്റെ ഭാര്യ നിശാന്തിനി ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുക, ഇയാളെ പുറത്താക്കണമെന്ന് റിപ്പോർട്ട് കൊടുത്താൽ അത് മുക്കി. കാരണം വാസവനുമായിട്ട് അത്ര ബന്ധമാണ്. ഇയാളെ പത്തനംതിട്ട SP ആയിരുന്നപ്പോൾ നിരപരാധികളെ മറ്റേ ഒരു പോക്സോ കേസ്, ഒരു വക്കീലിന്റെ പോക്സോ കേസ്, അതിലെ യഥാർത്ഥത്തിൽ ആ കേസ് അട്ടിമറിച്ചത് ആറന്മുള പോലീസാണ്. പക്ഷേ കോന്നി DYSP-യും കോന്നി CI-യും സസ്പെൻഡ് ചെയ്തു. അതായത് എല്ലാത്തരം വൃത്തികേടുകളും കാണിക്കുന്ന ഒരാൾ ഈ വിവാദം ഉള്ളപ്പം ഒരു പെണ്ണ് കേസിൽ പെട്ടിരിക്കുകയാണ്. മിണ്ടുന്നുണ്ട് ഇവരാരെങ്കിലും? സുരക്ഷിതനായിരിക്കുന്നു, പോലീസ് ആസ്ഥാനത്ത് സുരക്ഷിതനായിരിക്കുന്നു. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? അപ്പൊ അതൊന്നും അവർക്ക് വിഷയമല്ല, അവർ സംരക്ഷിക്കും. അവിടെയാണ് ഞാൻ പറഞ്ഞത് CPM-ന്റെ മികവ്.
അവരവരുടെ ആൾക്കാരെ മുഴുവൻ സംരക്ഷിക്കും. കോൺഗ്രസ്സുകാരെ ചവിട്ടിക്കാരി CPM സമ്മതിച്ചു കൊടുത്തിട്ടുള്ളൂ. അവരെന്ത് കാണിച്ചാലും അവർ പ്രൊട്ടക്ട് ചെയ്യും. എന്തായാലും രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്നതാണ്. ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളുടെ ഒടുവിൽ യഥാർത്ഥത്തിൽ ആരാണ് ഇര എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ഇര തന്നെ ഉണ്ടോ, അതോ ഇത് ആരുടെയെങ്കിലും വ്യാജ സൃഷ്ടിയാണോ? പക്ഷേ ഇന്ന് സാങ്കേതിക സംവിധാനങ്ങൾ ഒരുപാട് വികസിച്ച കാലഘട്ടത്തിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാന്നുള്ള ഭാവി എന്താ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും മംഗളം ചാനലിനെതിരെ കേസുണ്ടായിട്ട് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു, പോലീസിനെ വെച്ചു, എന്തെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അതെന്താണ് ശശീന്ദ്രൻ ആ പെണ്ണിനോട് സംസാരിച്ചത് ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് ഉണ്ടാക്കിയിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാഹുലിന് താൽക്കാലിക ക്ഷീണമുണ്ട്. പക്ഷെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയല്ല, രാഹുലിനോട് അമിതമായ വേട്ടയാടുന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. എന്നാൽ MLA സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിക്കാതിരുന്നത് നന്നായി. കോൺഗ്രസ് കാണിച്ച യുക്തിപരമായ തീരുമാനമാണ്. പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് സീറ്റ് കൊടുക്കാത്തൊരു സാഹചര്യം അത് കൂടുതൽ പ്രതിസന്ധികൾക്ക് കാരണമാകും. നന്ദി, നമസ്കാരം.